ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ നോക്കുന്നത് ഒരു പവർഫുൾ അഫർമേഷൻ മെത്തേഡാണ്. ലോ ഓഫ് അട്രാക്ഷൻ യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു മെത്തേഡ് ആർക്കൊക്കെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, വൺ സൈഡ് ലവേഴ്സ്, ബ്രേക്കപ്പ് ആയവർക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. ഈ ഒരു മെത്തേഡിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അവഗണനകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ വൺ സൈഡ് ലവേഴ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളെ എന്തെങ്കിലും തരത്തിൽ അവഗണിക്കുകയാണ്. അതേപോലെ തന്നെ ബ്രേക്കപ്പ് ആയവരുടെ കാര്യം എടുക്കുകയാണെങ്കിലും, നിങ്ങൾ നല്ലൊരു റിലേഷൻഷിപ്പിൽ തന്നെ പോയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള തെറ്റായ ധാരണകൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അത് ഓരോ റിലേഷൻഷിപ്പ് അനുസരിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലോ അതെല്ലാം മാറ്റിയെടുക്കുവാനും നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള അവഗണനകൾ മാറാനും ഈ ഒരു മെത്തേഡ് വളരെയധികം സഹായിക്കും. ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ബന്ധം നിങ്ങൾ എത്രത്തോളം സത്യസന്ധമായി ഈ ബന്ധത്തെ തുടരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അത്രത്തോളം സത്യസന്ധമായി തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തെ തുടർന്ന് കൊണ്ടുപോകാൻ ഈ ഒരു മെത്തേഡ് നിങ്ങളെ വളരെയധികം സഹായിക്കും. അതിനുവേണ്ടി ചെയ്യേണ്ടത് ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങളുടെ മനസ്സിനെ യാതൊരു തരത്തിലും തെറ്റായ ധാരണകൾ കൊണ്ട് ഈ ഒരു മെത്തേഡിലേക്ക് അപ്രോച്ച് ചെയ്യരുത്. അത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങളാണ് ഈ മെത്തേഡിൽ നിന്ന് ലഭിക്കാൻ പോകുന്ന റിസൾട്ടിൻ്റെ പൂർണ്ണ ഉത്തരവാദി. അത് നിങ്ങൾക്ക് കുറ്റമായിട്ടും വരാം, നല്ലതായിട്ടും വരാം. അത് നല്ലതാവണം എന്ന് നിങ്ങളുടെ മനസ്സിൽ എത്രത്തോളം സത്യസന്ധമായി നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത്രത്തോളം സത്യസന്ധമായി തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന റിസൾട്ട് നിങ്ങളെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് മനസ്സിനെ യാതൊരു തരത്തിലും തെറ്റായ ധാരണകൾ കൊണ്ട് ഈ ഒരു മെത്തേഡിലേക്ക് അപ്രോച്ച് ചെയ്യരുത്. കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു തരും. അത് അതേപോലെ തന്നെ കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് തോന്നുമെങ്കിലും നിങ്ങൾ ഈ ഒരു മെത്തേഡിലേക്ക് എത്തുമ്പോഴേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ സ്വസ്ഥമായി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആദ്യം തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള റൂമാണ് വേണ്ടത്. സ്പെസിഫിക് ആയിട്ടുള്ള റൂം എന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് സ്വസ്ഥമായി ഇരിക്കാൻ സാധിക്കുന്ന ഒരു സ്പേസ്. അത് നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള റൂമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡാകാം, നിങ്ങളുടെ ടെറസാവാം. അത് ഓരോരുത്തർക്കും അവരവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ, അതനുസരിച്ച് ചൂസ് ചെയ്യുക. ഈ ഒരു റൂം ചൂസ് ചെയ്യുന്നതിൽ വേറൊന്നും ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് സ്വസ്ഥമായി കുറേ നേരം ഇരിക്കാൻ സാധിക്കുന്ന സ്ഥലം. ആ ഒരു റൂമിൽ ഇരിക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള ബാഹ്യമായ ശബ്ദങ്ങൾ കൊണ്ടോ നിങ്ങൾക്ക് ഈ ചെയ്യുന്ന മെത്തേഡിലേക്ക് തടസ്സങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതുമാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അതനുസരിച്ച് നിങ്ങളൊരു റൂമോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലുള്ള സ്പേസുകളോ നിങ്ങൾ ചൂസ് ചെയ്യുക. ശേഷം ഒരു മാറ്റോ അല്ലെങ്കിൽ തുണിയോ എടുക്കുക. തുണി എന്ന് ഉദ്ദേശിച്ചത് ബെഡ്ഷീറ്റ് ആയാലും മതി. അത് വിരിക്കുക നിങ്ങൾ ഇരിക്കാൻ പോകുന്ന സ്ഥലത്തേക്ക്. ഒരു ഷീറ്റിലോ മാറ്റിലോ ആണ് നിങ്ങൾ ഇരിക്കേണ്ടത്. നിങ്ങൾ ഇരിക്കേണ്ടത് എപ്രകാരമാണ് എന്ന് വെച്ചാൽ, നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ തറയിരിക്കുന്ന പോസ്ചറിലാണ്, അതായത് മുട്ടുമടക്കിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ. അത്തരത്തിലിരിക്കുമ്പോൾ കൈപ്പത്തികൾ തുറന്ന് നിങ്ങളുടെ കാൽമുട്ടുകളുടെ മുകളിലേക്കായിട്ട് വെക്കുക. നടു നിവർന്ന് തന്നെ ഇരിക്കണം. തലയും നേരെ തന്നെയാണ് നോക്കേണ്ടത്. ഇപ്പോൾ കാലിന് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കസേര ഉപയോഗിക്കാവുന്നതാണ്. കാൽ തറയിൽ തട്ടുന്ന ഭാഗത്തായിട്ട് നിങ്ങൾ ഈ ഷീറ്റോ മാറ്റോ വിരിച്ചത് വെക്കുക. അതിനുശേഷം നിങ്ങളുടെ കാൽപാദങ്ങൾ ക്രോസ് ചെയ്തിടണം. പുരുഷന്മാരാണെങ്കിൽ ഇടതുകാൽ മുകളിൽ വരുന്ന രീതിയിൽ ക്രോസ് ചെയ്യുക. സ്ത്രീകളാണെങ്കിൽ വലതുകാൽ മുകളിൽ വരുന്ന രീതിയിലാണ് ക്രോസ് ചെയ്യേണ്ടത്. അതിനുശേഷം നേരത്തെ പറഞ്ഞതുപോലെ കൈപ്പത്തി മലർത്തി തുറന്ന് വെക്കുക. നടു നിവർന്നിരിക്കുക. തല നേരെ തന്നെ ഇരിക്കുക. കൈപ്പത്തി തുറന്ന് വെക്കുമ്പോൾ കൈവിരലുകളെല്ലാം ഒരുമിച്ച് യോജിച്ച് തന്നെ ഇരിക്കണം. തള്ളവിരൽ സൈഡിലേക്ക് ഇരിക്കാനുള്ള പ്രവണതയുണ്ട്, അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. എപ്പോഴും കൈ നിവർന്ന് തന്നെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കുക. കണ്ണുകൾ അടച്ചതിന് ശേഷം ഇൻഹെയിൽ എക്സെയിൽ ചെയ്യാൻ പോവുകയാണ്. അതായത് ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും എടുക്കാൻ പോവുകയാണ്. ശ്വാസം എത്രത്തോളം വേഗത്തിലാണ് ഉള്ളിലേക്ക് എടുക്കുന്നത് അത്രത്തോളം പതിയായിരിക്കണം ശ്വാസം വിടേണ്ടത്. അതായത് 1 2 3 4 എന്ന കൗണ്ടിലാണ് ശ്വാസം ഉള്ളിലേക്ക് എടുത്തതെങ്കിൽ 2 3 4 5 6 7 8 എന്ന രീതിയിലാണ് ശ്വാസം പുറത്തേക്ക് വിടേണ്ടത്. മനസ്സിലായല്ലോ? ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഇൻഹേൽ എക്സേൽ ചെയ്തതിന് ശേഷം 1 എന്ന് മനസ്സിൽ കൗണ്ട് ചെയ്യാൻ പോവുകയാണ്. ഇൻഹേൽ ചെയ്തു, എക്സേൽ ചെയ്തതിന് ശേഷം 1 എന്ന് കൗണ്ട് ചെയ്യുന്നു. അത്തരത്തിൽ 50 മുതൽ 75 വരെ കൗണ്ട് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായി എത്തരത്തിലുള്ള പ്രശ്നത്തിലാണ് നിങ്ങൾ അകപ്പെട്ടിട്ടുള്ളതെങ്കിൽ ആ പ്രശ്നങ്ങളെല്ലാം മാറിയതായിട്ട് നിങ്ങൾ അതെല്ലാം പറഞ്ഞ് സോൾവ് ആക്കിയതുപോലെ ചിത്രീകരിക്കുക. ചിത്രീകരിക്കുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സ് നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ പാടേയില്ല. അത് വളരെയധികം ശ്രദ്ധിക്കണം. എന്തെങ്കിലും തരത്തിൽ നെഗറ്റീവ് തോട്ട്സ് വന്നാൽ അതിനെ തള്ളി മാറ്റുന്ന രീതിയിലുള്ള പോസിറ്റീവ് കാര്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത്. അതായത് ഇപ്പോൾ രണ്ടുപേർ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള വാഗ്വാദങ്ങൾ കൊണ്ട് പ്രശ്നങ്ങളായി, അത് നിങ്ങൾ പറഞ്ഞ് സോൾവ് ആക്കുന്നു.
അത്തരത്തിലുള്ള പോസിറ്റീവ് ചിന്തകളാണ് വേണ്ടത്. നിങ്ങളുടെ മനസ്സിൽ ചിരിയും മുഖത്ത് ആ ചിരി എക്സ്പ്രസ് ചെയ്യുന്നത് വളരെയധികം വ്യക്തമായി നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കാണണം, നിങ്ങളും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി. അതിനുശേഷം ഈ ഒരു അഫർമേഷൻ പറയേണ്ടതുണ്ട്. ഡിവൈൻ താങ്ക് യു ഫോർ മൈ ലവിങ് എക്സ്. ഈ എക്സ് എന്ന് പറഞ്ഞ ഭാഗത്ത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ പേര് ചേർത്ത് പറയേണ്ടതാണ്. അഫർമേഷൻ പറയേണ്ട ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 7 തവണയാണ്. ഈ ഒരു മെത്തേഡ് ചെയ്യേണ്ട സമയവും 11 ദിവസമാണ്. അത് വ്യക്തമായി തന്നെ കേട്ടല്ലോ, അതിൽ യാതൊരു തരത്തിലുള്ള ഡൗട്ട് നിങ്ങൾക്ക് പാടില്ല. അതിനുശേഷം നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ശ്വാസത്തെ നിരീക്ഷിക്കാൻ പോവുകയാണ്. അതായത് അഫർമേഷൻ പറഞ്ഞതിന് ശേഷം നിങ്ങളുടെ ശ്വാസത്തെ നിരീക്ഷിക്കാൻ പോവുകയാണ്. ഇൻഹേൽ ചെയ്ത് എക്സേൽ ചെയ്തുകൊണ്ട് 75 വരെ കൗണ്ട് ചെയ്യാവുന്നതാണ്. 75 മുതൽ 100 വരെ ആയാലും കുഴപ്പമില്ല, അതൊക്കെ നിങ്ങളുടെ ഭാഗത്തേക്ക് വിട്ടു തരികയാണ്. ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് വിഷ്വലൈസേഷൻ മെത്തേഡാണ്. അതുകൊണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക.